ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 64 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 65-ാമത്തെ ദശകമാണ്. 63-ാമത്തെയും 64-ാമത്തെയും ദശകങ്ങളുടെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. 65-ാമത്തെ ദശകം എന്ന് പറയുന്നത് ഗോപികളുടെ അല്ലെങ്കിൽ ഗോപ വനിതകളുടെ ഭഗവത് സമീപ പ്രാപ്തിയാണ്. ഈ ദശകത്തിലാകെ 9 ശ്ലോകങ്ങളേ ഉള്ളൂ. ആ എല്ലാ ശ്ലോകങ്ങളും വസന്ത തിലകം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. 65-ാമത്തെ ദശകം തൊട്ട് അങ്ങോട്ടുള്ള ദശകങ്ങൾ, 69-ാമത്തെ ദശകത്തിലാണ് രാസക്രീഡ ഉള്ളത്. അപ്പൊ അങ്ങോട്ടുള്ള ദശകങ്ങള് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ദശകങ്ങളാണ്. അതായത് അല്പന്മാരായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും എന്താണ് പറയേണ്ടത്, കേവലം എത്ര പൊട്ട ബുദ്ധിയുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ മാത്രമേ അതിന് വേറൊരു തലത്തില് കാണുകയുള്ളൂ. അപ്പൊ നമ്മള് ഭഗവാനെ കാണേണ്ടത്, ഭഗവാന്റെ രാസലീല, ഭഗവാൻ ഗോപസ്ത്രീകളുടെ കൂടെ രാസലീലയാടി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടുന്നത് ബാഹ്യമായിട്ടുള്ള ലീലയായിട്ടല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള ലീലയാണ്. നമ്മൾ പറയുമല്ലോ, നമ്മളിപ്പോ അമ്പലത്തില് ശത്രു സംഹാര പൂജ നടത്തി, നമ്മള് രക്തപുഷ്പാഞ്ജലി കഴിച്ചു, ശത്രുദോഷത്തിന് പരിഹാരമായിട്ടാണ് നമ്മൾ ചെയ്തത് എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ ആരാണ് നമ്മുടെ ശത്രു? ബാഹ്യമായിട്ടുള്ള ശത്രുക്കളെയല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സിലെ തന്നെ ശത്രു. അതായത് നമ്മുടെ മനസ്സിലെ ശത്രു ഏതൊക്കെയാണ്? കാമം, കോപം, അല്ലെ, ദുരാഗ്രഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിലെ ശത്രുക്കളെയാണ്. ആ ശത്രുക്കളെ നമ്മൾ തന്നെ ഇല്ലാതാക്കുക. അതിനെയാണ് ഈ ശത്രു സംഹാര പൂജ കൊണ്ടോ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ദേവിക്ക് കഴിപ്പിക്കുന്നത് കൊണ്ടോ ഒക്കെ ഉദ്ദേശിക്കുന്നത് ബാഹ്യമായിട്ടുള്ള നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ, നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഏത് സമയത്തും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. ഭഗവാന്മാര് ചിന്തിക്കുന്ന തലത്തില് അല്ലെങ്കിൽ സാക്ഷാൽ പരമഹംസര്, ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കുകയില്ല, അല്ലെ? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തയും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നമ്മൾ അത് ഉൾക്കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. അപ്പൊ ആ നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കുന്നതാണ് അങ്ങനെയുള്ള പൂജകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ ഒരു തലത്തിൽ വേണം ഭഗവാന്റെ രാസലീലയെ നോക്കിക്കാണാൻ. അതായത് ഭഗവാൻ കാളീയമർദ്ദനമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് കൗമാരപ്രായത്തിലേക്ക് കടന്ന ഒരു ബാലകനാണ്. അപ്പോ ആ ഒരു പ്രായത്തില് നമ്മൾ ഭഗവാന്റെ രാസലീല എന്നുള്ളത് വേറൊരു തലത്തില് കാണേണ്ടതായിട്ടുള്ള കാര്യമില്ല. ബാഹ്യമായിട്ടുള്ള ലീലയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആന്തരികമായിട്ടുള്ള ലീലയാണ്. എന്നാൽ നമ്മൾക്കത് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ ആ ഗോപികൾ അത്രത്തോളം ഭഗവാന്റെ അടുത്ത് നിന്നു എന്ന് നമ്മൾ വായിക്കുമ്പോഴും അത് ചൊല്ലുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭഗവാനെ തന്നെ എന്താ പറയാ, പ്രാപ്യമായതുപോലെ അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ട് എന്ന് തോന്നുന്നത് പോലെയുള്ളൊരു ഫീലിംഗേ വരുള്ളൂ ഒരു യഥാർത്ഥ ഭക്തന്, കേട്ടോ. അല്ലാതെ അതിനെ വേറെ കണ്ണുകൊണ്ടും വേറെ തരത്തിലും വ്യാഖ്യാനിച്ചൊരിക്കലും കാണരുത്. ഇതെനിക്ക് എന്റെ ഗുരു തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, കേട്ടോ. അതായത് അന്ന് ഇതുപോലെ ഈ ദശകങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്
നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനെ പല രീതിയിലും മോശമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. ഭഗവാൻ ഇത്രയും മോശമായിട്ടുള്ള ഒരാളാണോ? അങ്ങനെയൊക്കെ കണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നുമല്ല നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. തീർത്തും ആന്തരികമായിട്ടുള്ള ഒരു ലീലയാണത്. മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതല്ലാതെ ബാഹ്യമായിട്ടുള്ള ശരീരങ്ങള് വെറും ഒരു ഉപാധി മാത്രമാണ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു കാര്യം ഞാൻ നിങ്ങളോടും കൂടി പങ്കുവെക്കുന്നു എന്ന് മാത്രം. കാരണം ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ദശകങ്ങളാണ് ഇത്. അതുകൊണ്ടാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് ദീർഘിപ്പിച്ചത്. ഇവിടം തൊട്ട് അങ്ങോട്ട് കേട്ടോ 69 അങ്ങനെ ആ 69ലാണ് രാസക്രീഡ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ 65ാമത്തെ ദശകം തുടങ്ങുന്നതിന് മുമ്പ് 64ാമത്തെ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആ ഗോപന്മാർക്ക് ഭഗവാന്റെ ജാതകം എന്താണെന്ന് ചോദിച്ചു. ഇത് സാക്ഷാൽ ഹരി തന്നെയാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗോപന്മാർക്ക് അങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള അവസരം കൊടുത്തതെങ്കിൽ ഗോപികൾക്ക്, ഗോപസ്ത്രീകൾക്ക് എങ്ങനെയാണ് അവസരം കൊടുത്തത്? ഈ രാസലീലയിലൂടെയാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള അവസരം ഭഗവാൻ അവർക്ക് കൊടുത്തത്. അപ്പൊ അത് രണ്ടും രണ്ട് തരത്തിലാണ് കൊടുത്തത്. ഗോപന്മാർക്കാണ് ആദ്യം കൊടുത്തത് അല്ലെ, ഭഗവാന്റെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തു. ഗോപികൾക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടാണ് ഭഗവാനെ പ്രാപ്യമാക്കാൻ സാധിച്ചത്. അത് വളരെയേറെ രസമുള്ള, സുഖമുള്ള, ചൊല്ലാനും നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോഴും വളരെയധികം സുഖകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് 65ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. 65ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് 60ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഗോപസ്ത്രീകളോടായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ ദശകത്തിലാണ് ഗോപീജനങ്ങളുടെ വസ്ത്രം അപഹരിക്കുന്നത്. ആ ദശകത്തിലാണ്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാൻ ഭർത്താവായി വരണം എന്ന് ആഗ്രഹിച്ച് കാർത്യായനി വ്രതം അനുഷ്ഠിച്ചവരാണ് ഈ ഗോപസ്ത്രീകൾ. അപ്പൊ ഭഗവാൻ ഗോപസ്ത്രീകളോടായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിലാവുള്ള രാത്രികളിൽ യമുനയുടെ തീരത്ത് അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോ അത് പ്രകാരം ആ 65ാമത്തെ ദശകത്തിൽ ആദ്യ ശ്ലോകത്തിൽ പറയുന്നത്, അങ്ങനെ ആ കാർത്യായനി വ്രതം അനുഷ്ഠിച്ച ഗോപസ്ത്രീകൾക്ക് നൽകിയ അനുഗ്രഹപ്രകാരം ഭഗവാൻ മദന ലീലോത്സവത്തിന് തയ്യാറായി. ആ സമയം അപ്പൊ എന്ത് സമയമായിരുന്നു? നിലാവുള്ള രാത്രി എന്നാ പറഞ്ഞ അല്ലെ. അപ്പൊ നല്ല നിലാവുള്ള രാത്രിയാണ്. ആ നിലാവ് കൊണ്ട് ദിക്കുകൾ ആകെ തണുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. അത്രയും അല്ലെ, ചന്ദ്രന്റെ നിലാവ് എന്നൊക്കെ പറയുന്നത് തണുപ്പാണ് അല്ലെ. അപ്പൊ അതുപോലെ ദിക്കുകൾ ആകെ തണുത്തിരിക്കുന്ന ആ ഒരു ദിവസത്തിൽ യമുനാ തീരത്ത് നിന്ന് ഭഗവാൻ ആ ഗോപികൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി പുല്ലാങ്കുഴലെടുത്ത് മനോഹരമായിട്ട് ഓടക്കുഴലൂതി ഇങ്ങനെ നിന്നു എന്നാണ് ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പൊ ഗോപസ്ത്രീകൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ തയ്യാറായിട്ട് ഭഗവാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന് അവരോട് പറഞ്ഞ മുഹൂർത്തം ഇതാ എത്തിയിരിക്കുന്നു. ആ മുഹൂർത്ത പ്രകാരം നല്ല നിലാവുള്ള രാത്രിയാണ്. ആ രാത്രിയിലെ ദിക്കുകൾ ആകെ തണുത്തിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ഭഗവാൻ യമുനയുടെ തീരത്ത് നിന്ന് ഓടക്കുഴലൂതി എന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോതരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപു. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോതരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപു. 65ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെ വേണുനാദത്തെ കുറിച്ചാണ്. ഭഗവാൻ ആ ഗോപസ്ത്രീകളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് വേണു ഊതുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വേണു ഊതുന്ന സമയത്ത് ഈ ഭുവനാന്തരാളം മുഴുവനും ആ വേണുനാദത്തില് ലയിച്ചു പോയി എന്നാണ് പറയുന്നത്. ഏതൊരു വസ്തുവിനെയും എല്ലാറ്റിനെയും
ഈ ഭൂമിയിലുള്ള എല്ലാതും ഭഗവാന്റെ ആ സ്വരമാധുരിയിൽ ഇങ്ങനെ ലയിച്ചുപോയി. ഭഗവാന്റെ പുല്ലാങ്കുഴലിൽ നിന്നും വരുന്ന ആ സ്വരമാധുരിയില് ലയിച്ചുപോയി. അപ്പൊ ഭട്ടതിരിപ്പാട് ഇവിടെ പറയാണ്, ആരോഹണ അവരോഹണങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ലയിച്ചു പോയി എന്ന്. അതായത് നമുക്ക് സ്വരസ്ഥാനങ്ങൾ ഉണ്ടല്ലോ അല്ലെ, പുല്ലാങ്കുഴൽ വായിക്കുമ്പോഴും സംഗീതത്തില് ആരോഹണം ഉണ്ട്, അവരോഹണം ഉണ്ട്. അതായത് നമ്മൾ സംഗീതം പഠിക്കുന്ന എല്ലാവർക്കും അറിയും, അല്ലാത്തവർക്ക് വേണ്ടി പറയാം. നമ്മള് സ്വരസ്ഥാനങ്ങള് ആദ്യം ഒരു ബേസിക് ആയിട്ടൊരു കുട്ടി പഠിക്കുമ്പോൾ മായാമാളവ ഗൗള രാഗത്തില് ആദ്യം പറയുന്നത് എന്താ? സരി ഗ മ പദ നി സ. ഇത് ആരോഹണം അല്ലെ, താഴത്തുനിന്ന് മേലോട്ട് പോവാണ്. ഇനി അവരോഹണം എന്ന് പറയുന്നത് സാ നി ദ പ മ ഗ രി സ. ഇത് അവരോഹണം. അപ്പോ ഈ പുല്ലാങ്കുഴൽ നാദം വായിക്കുമ്പോഴും അതില് സംഗീതം എന്ന് പറഞ്ഞാൽ ആരോഹണ അവരോഹണങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സ്വരമാധുരിയില് ഈ ആരോഹണ അവരോഹണങ്ങളില് ലയിച്ചിരുന്നു പോയി ഈ പ്രകൃതി മൊത്തം എന്നാ പറയുന്നത്. അപ്പൊ ഗോപസ്ത്രീകളുടെ കാര്യം പറയാനുണ്ടോ? ഈ ഭൂമിയിലെ തന്നെ എല്ലാവരും അതിൽ ലയിച്ചിരുന്നു പോയി. ഗോപസ്ത്രീകള് വേറൊരു ലോകത്തെത്തി എന്ന് വേണമെങ്കിൽ പറയാം. വല്ലാത്തൊരു ആനന്ദ നിർവൃതി അവരില് ആ ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം ഉണ്ടാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ, ഭുവനാന്തരാളം മുഴുവനും ഭഗവാന്റെ ഈ മനോഹരമായിട്ടുള്ള പുല്ലാങ്കുഴൽ നാദത്തിൽ ലയിച്ചിരുന്നു പോയി. എന്തിലും ഏതിലും എല്ലാത്തിലും ഭഗവാന്റെ സംഗീതം അത്തരത്തിലൊരു മാറ്റം ഉളവാക്കി, അവരെ ആനന്ദ നിർവൃതിയിലാക്കി. ഈ ആരോഹണ അവരോഹണങ്ങളുടെ ഇടയിലായി പോയി എല്ലാവരുടെയും മനസ്സ്. ഈ ഗോപസ്ത്രീകളും അതുപോലെ തന്നെ ഭഗവാന്റെ സംഗീതത്തില് വേറൊരു അനുഭൂതി, അവർക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു അനുഭൂതി അവരിൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ തരുണിമണികളുടെ സൗന്ദര്യത്തെ പറയാണ്. ഗോപസ്ത്രീകളെ പറയാണ്, താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ. താമരയുടെ ഇതള് കണ്ടിട്ടില്ലേ, ആ ഒരു ഷേപ്പ്, അത്രയും മനോഹരായിട്ടുള്ള കണ്ണുകളുള്ള സുന്ദരികളായിട്ടുള്ള ഗോപവനിതകള്. അവര് ഭഗവാൻ ഈ വേണുനാഥം, ഭഗവാൻ ഈ ഓടക്കുഴൽ വായിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുകയായിരുന്നു? ചിലവര് ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരായിരുന്നു, വീട്ടിലെ ഓരോ ജോലികൾ ചെയ്യുന്നവരായിരുന്നു. ചിലര് മക്കളെ ശ്രദ്ധിക്കുന്നവരായിരുന്നു. ചിലവര് ഭർത്താക്കന്മാരെ സേവിക്കുന്നതില് തൽപരരായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാന്റെ ഈ വേണുനാഥം, ഈ മനോഹരമായിട്ടുള്ള, അവര് ഒരു മയക്കത്തിലാക്കി എന്നാണ് പറയുന്നത് ആ വേണുഗാനം. ആ വേണുഗാനം കേട്ട സമയത്ത് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് കാനന പ്രദേശത്തിലേക്ക്, കാട്ടുപ്രദേശത്തേക്ക് ഭഗവാൻ വേണു ഊതുന്ന യമുനയുടെ തീരത്തേക്ക് അവര് എത്തിച്ചേർന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ, സുന്ദരിമാരായിട്ടുള്ള താമരയുടെ ഇതൾ പോലെ മനോഹരമായിട്ടുള്ള കണ്ണുകളുള്ള സുന്ദരികളായിട്ടുള്ള ഗോപസ്ത്രീകള് അവര് ഗൃഹകൃത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരായിരുന്നു. ചിലര് മക്കളെ ശ്രദ്ധിക്കുന്നവരായിരുന്നു. ചിലര് ഭർത്താക്കന്മാരെ സേവിക്കുന്നതിൽ തൽപരരായിരുന്നു. എന്നിരുന്നിട്ട് കൂടി ഭഗവാന്റെ ഈ വേണുനാഥം കേട്ടപ്പോൾ അവരെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ആ കാനന പ്രദേശത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. കാശ്ചിന്നിജാംഗപരിഭൂഷണമാദദാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷ ത്വാമാഗതാ നനു തദൈവ വിഭൂഷിതാഭ്യസ്തായേവ സംരുരുചിരേ തവ ലോചനായ.
काश्चिन्निजाङ्गपरिभूषणमाददान वेणुप्रणादमुपकर्ण्य कृतार्थभूषा त्वामागताननु तदैव विभूषिताभ्यस्ता एव സംരുചിരേ തവ ലോചനായ. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെ വേണുനാദം കേട്ട സമയത്ത് ഗോപസ്ത്രീകളൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പുറപ്പെടുന്നത്. അപ്പൊ ചിലവര് ആഭരണങ്ങളൊക്കെ തന്റെ ശരീരത്തിലെല്ലാം അവിടെ അണിഞ്ഞിട്ടാണ് പോയത്. എന്നാൽ ചിലരാവട്ടെ പകുതി അണിഞ്ഞ് പകുതി അണിയാതെ, അതായത് ചിലപ്പോ ഒരു കാതിൽ കമ്മലിട്ട് മറ്റേ കാതിൽ ഇടാതെ അങ്ങനെ അലക്ഷ്യമായി ആഭരണങ്ങൾ അണിഞ്ഞിട്ടാണ് ഭഗവാനെ കാണാൻ വേണ്ടി പുറപ്പെട്ടത്. അപ്പോ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ ഭഗവാൻ ഇത് കാണുന്ന സമയത്ത് ഈ ആഭരണങ്ങൾ പൂർണ്ണമായിട്ടും അണിഞ്ഞിട്ടുള്ളവരെക്കാൾ ഭഗവാൻ ഇഷ്ടവും അടുപ്പവും തോന്നിയത്, അല്ലെങ്കിൽ ഭഗവാന് അഭിമതികളായി തോന്നിയത് ആഭരണങ്ങള് പകുതി അണിഞ്ഞവരായിരുന്നു, അല്ലെങ്കിൽ അലക്ഷ്യമായി അണിഞ്ഞവരായിരുന്നു എന്നാ പറയുന്നത്. ഇതിൽ തന്നെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒന്നല്ല ഭഗവാൻ രാസലീല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് പൂർണ്ണമായിട്ടും ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള സ്ത്രീകള് മനഃപൂർവ്വം ഭഗവാനെ തന്നിലേക്ക് ആകർഷിക്കാൻ, അല്ലെങ്കിൽ ഭഗവാന് തന്നിലേക്ക് ശ്രദ്ധ ഉണ്ടാവണം എന്നറിയാൻ ബോധപൂർവം തങ്ങളെ അലങ്കരിച്ചെത്തിയവരാണ്. അല്ലെ, അവര് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം കൊണ്ട് ഭഗവാനെ ആകർഷിക്കാമെന്ന് കരുതിയവരാണ്. എന്നാൽ ഈ പകുതി അണിഞ്ഞവര് ഭഗവാനെ കാണണം, അപ്പൊ തങ്ങള് മോശാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അണിഞ്ഞു. പക്ഷെ അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവർ അലക്ഷ്യമായിട്ട് ആഭരണങ്ങൾ അണിഞ്ഞത്. അപ്പൊ അവരെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അവരത്ര കണ്ട് ഭഗവാനെ മാത്രം ചിന്തിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തങ്ങളുടെ ആ ഇംപെർഫെക്ഷൻസ് ഒന്നും അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവരത് ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല. കാരണം ഭഗവാന്റെ അടുത്തെത്തുക, ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീർത്തും ബാഹ്യമായിട്ടുള്ള ഒന്നല്ല രാസലീല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാനിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും തങ്ങളെ സമർപ്പിക്കുന്ന ഒന്നാണ് രാസലീല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാന്റെ വേണുനാദം കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്ത് എത്തണം എന്ന് ചിന്തിച്ച ഗോപവനിതകള് ചിലര് ആഭരണങ്ങളെല്ലാം വൃത്തിയായിട്ട് അണിഞ്ഞു തന്റെ ശരീരങ്ങളിലൊക്കെ. പക്ഷെ ചില ഗോപസ്ത്രീകള് പകുതി അണിഞ്ഞ് പകുതി അണിയാതെ വന്നു. അങ്ങനെ അലക്ഷ്യമായി വന്നവരാണ് ഭഗവാന് പൂർണ്ണമായിട്ടും ആഭരണങ്ങൾ അണിഞ്ഞു വന്നവരെക്കാൾ സുന്ദരികളായിട്ടും അഭിമതികളായിട്ടും തോന്നിയത് എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. അഞ്ചാമത്തെ ശ്ലോകത്തില് ഒരു സുന്ദരി എങ്ങനെയാണ് തന്റെ ആഭരണം തെറ്റി അണിഞ്ഞു വന്നത് എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഒരു ഭഗവാന്റെ വേണുനാദം കേട്ട് ധൃതിയില് ഭഗവാന്റെ അടുത്ത് എത്താനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്ന ഒരു ഗോപവനിത മാല അരക്കെട്ടിലും അരഞ്ഞാണം കഴുത്തിലുമാണ് അണിഞ്ഞു വന്നത്. അരഞ്ഞാണാണ് അരക്കെട്ടിൽ ധരിക്കേണ്ടത്, മാല കഴുത്തിലാണ് ധരിക്കേണ്ടത്. ഇത് തിരിച്ചു ധരിച്ചാണ് അവര് വന്നത്. അപ്പോ അങ്ങനെ കാണുമ്പോ അവരുടെ അരക്കെട്ടില് ഹാരമണിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ അരക്കെട്ടിന്റെ ഭംഗി ഭഗവാനെ വിളിച്ചറിയിക്കാനായിട്ട് അവര് ചെയ്തതുപോലെ തോന്നുന്നു. അതായത് ആ ഇംപെർഫെക്ഷനിലും ഒരു പെർഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അപ്പൊ ആ ഗോപസ്ത്രീ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരിയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് എന്താ? അങ്ങനെ പകുതി ആഭരണങ്ങൾ അണിഞ്ഞു വന്നവരെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗോപവനിതയാണ് ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നത്.
അപ്പോ അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അത് അത്രയും ആ ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് അറിയാതെ ചെയ്തു വന്നത്. പക്ഷെ അറിയാതെ ചെയ്തു വന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് അനുഭവപ്പെട്ടത് എന്നാ പറയുന്നത്. അപ്പൊ 5ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാന്റെ വേണുഗാനം കേട്ട് ഭഗവാനെ പ്രാപിക്കാനായി ഓടിയെത്തിയ ഒരു ഗോപവനിത മാല അരക്കെട്ടിലും അരഞ്ഞാണം കഴുത്തിലും അണിഞ്ഞാണ് വന്നത്. അപ്പൊ തന്റെ അരക്കെട്ടിന്റെ ഭംഗി എടുത്തറിയിക്കാൻ വേണ്ടി അതില് മാല അണിഞ്ഞത് പോലെയാണ് അത് കാണുന്നവർക്ക് തോന്നിയത്. അങ്ങനെയാണ് അത് കാണുമ്പോൾ തോന്നുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. കാചിത് കുചേ പുനരസജ്ജിത കഞ്ജുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാതി ഭാരരാജ്യാഭിഷേകവിദയേ കലശീധരേവ കാചിത് കുചേ പുനരസജ്ജിത കഞ്ജുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാതി ഭാരരാജ്യാഭിഷേകവിദയേ കലശീധരേവ. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ഇതിൽ ഒരു ഗോപസ്ത്രീ ആഭരണങ്ങൾ അണിഞ്ഞു, എന്നാൽ മാറില് വസ്ത്രം ധരിക്കാൻ മറന്നു. അതായത് സ്ഥലങ്ങളില് വസ്ത്രം ധരിക്കാൻ മറന്നു, ആഭരണങ്ങൾ മാത്രം അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വന്നത്. അപ്പൊ അവര് ഏതൊരു തരം അബോധാവസ്ഥയെ പ്രാപിച്ചു എന്ന് നോക്കും. ആഭരണങ്ങളൊക്കെ മുഴുവനും അണിഞ്ഞു വന്നവര് അത്യാവശ്യം ബോധാവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ ആഭരണങ്ങൾ പകുതി അണിഞ്ഞവരും ആഭരണങ്ങൾ ധരിക്കാൻ മറന്നുപോയവരും ഇവിടെ വസ്ത്രം തന്നെ ധരിക്കാൻ മറന്നുപോയ ഗോപസ്ത്രീയും ഉണ്ടായിരുന്നു. പക്ഷെ അതിലും രസം എന്താണെന്ന് വെച്ചാൽ, ഈ വസ്ത്രം ധരിക്കാതെ വന്ന ഗോപസ്ത്രീയെ മറ്റാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. മറ്റ് ഗോപസ്ത്രീകൾക്ക് ആർക്കും ഇത് ശ്രദ്ധയിൽ പെട്ടില്ല. കാരണം എല്ലാവരും ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, ഭഗവാനെ പ്രാപിക്കുക. അതിനിടയിൽ വേറെ ഒന്നും അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. അവര് നേരെ ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളത്. അപ്പോ ഭട്ടതിരിപ്പാട് പറയാണ്, അങ്ങനെ അവൾ നടന്നു വരുന്നത് കാണുമ്പോൾ തോന്നും, പ്രണയമാകുന്ന അതിഭാരം കൊണ്ട് രാജാഭിഷേകം ചെയ്യാൻ, അതായത് ഭഗവാനെ അഭിഷേകം ചെയ്യാനായിട്ട് ജലകുംഭങ്ങൾ നിറച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് തോന്നുന്നത് എന്ന്. ഭഗവാനെ അഭിഷേകം ചെയ്യാനായി കൊണ്ടുവരുന്ന ജലകുംഭങ്ങൾ കൊണ്ട് ഗോപസ്ത്രീ വരുന്നത് പോലെയാണ് തോന്നുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ 6ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഒരു ഗോപസ്ത്രീ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു, എന്നാൽ വസ്ത്രം ധരിക്കാൻ, തന്റെ സ്ഥലങ്ങൾ മറയ്ക്കാൻ അവൾ മറന്നു. എന്നിട്ട് ഭഗവാനെ തന്നെ ലക്ഷ്യം വെച്ച് വരികയാണ്. എന്നാൽ കൂടെയുള്ള ഗോപസ്ത്രീകളൊന്നും ഇക്കാര്യം അറിഞ്ഞതുപോലും ഇല്ല, അതാരും ശ്രദ്ധിച്ചത് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ഗോപസ്ത്രീയുടെ വരവ് കണ്ട് ഭട്ടതിരിപ്പാട് പറയാണ്, പ്രണയത്തിന്റെ അമിത ഭാരം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുവാനായി ജലകുംഭങ്ങൾ കൊണ്ട് വരുന്നത് പോലെ അവളെ കാണുമ്പോൾ തോന്നും എന്ന് പറയുകയാണ്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യ സ്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേഘം ത്വാമാവിശൻ പരമിമാനനുധന്യധന്യാ കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യ സ്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേഘം ത്വാമാവിശൻ പരമിമാനനുധന്യധന്യാ. 7ാമത്തെ ശ്ലോകത്തില് ഇത്ര വരെ പറഞ്ഞത് ഭഗവാന്റെ അടുത്ത് എത്തപ്പെട്ടിട്ടുള്ള ഗോപസ്ത്രീകളെ കുറിച്ചാണെങ്കിൽ, 7ാമത്തെ ശ്ലോകത്തില് ചില ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിച്ചില്ല. ചില തടസ്സങ്ങൾ ഉണ്ടായി. ബന്ധുക്കൾ തടഞ്ഞതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. തങ്ങളുടെ ഗൃഹങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ അങ്ങനെയുള്ള ഗോപസ്ത്രീകള് തങ്ങളുടെ ഭൗതിക ശരീരത്തെ വെടിഞ്ഞ് പരമാനന്ദ രൂപമായി, ഏകനായി, എല്ലാറ്റിനും അതീതമായി നിൽക്കുന്ന
ഭഗവാനിൽ അങ്ങ് ലയിച്ചു. അവർ അതിപുണ്യവതികളാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അപ്പൊ അങ്ങനെയുള്ള ഗോപസ്ത്രീകള് തങ്ങളുടെ ഭൗതിക ശരീരത്തെ തന്നെ ഉപേക്ഷിച്ച് പുറത്തു വന്ന് ഈ ഭഗവാനിൽ അവര് ലയിച്ചു. അവര് അതിപുണ്യവതികളാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ രാസലീല എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള ഒന്നല്ല എന്ന് മനസ്സിലാക്കാം. എന്താണ് ഭഗവാനിൽ വന്ന് ലയിച്ചത്? അവരവരുടെ ശരീരത്തെ ഉപേക്ഷിച്ചു അല്ലെ? ശരീരത്തെ ഉപേക്ഷിച്ച് വെറും ആത്മാവായി വന്ന് ഭഗവാനെ, അല്ലെങ്കിൽ ആ പരമാനന്ദ രൂപമായി നിൽക്കുന്ന ഭഗവാനിൽ വന്ന് ലയിച്ചു. അപ്പൊ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് അത് ശരീരം കൊണ്ട് സാധിക്കാനാണ് ചില സ്ത്രീകൾ വന്നതെങ്കിൽ ചില സ്ത്രീകൾക്ക് അത് നേരിട്ട് തന്നെ ഡയറക്ട്ലി ഭഗവാനോട് ലയിക്കാൻ കഴിഞ്ഞു. അവർ അതിപുണ്യവതികളാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ചില ഗോപസ്ത്രീകൾക്ക് തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിച്ചില്ല. ചില തടസ്സങ്ങൾ കൊണ്ട് ഭഗവാന്റെ അടുത്ത് ശരീരത്തോടു കൂടി എത്തപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെയുള്ളവർ തങ്ങളുടെ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ച് പരമാനന്ദ സ്വരൂപമായി ഏകനായി എല്ലാറ്റിനും അതീതനായി നിൽക്കുന്ന ഭഗവാനിൽ വന്ന് ലയിച്ചു. അങ്ങനെയുള്ളവർ അതിപുണ്യവതികളാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇത് നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗത പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കദഞ്ചിചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗത പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കദഞ്ചിചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ ഗോപസ്ത്രീകള് സാധാരണ സ്ത്രീകളാണ്. ആ സ്ത്രീകള് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചത് ഒരു പരമാത്മാവ് എന്ന രീതിയിലല്ല, ഒരു ജാരൻ എന്ന രീതിയിലാണ്. ജാരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉണ്ടായിട്ടും വേറൊരാളെ സ്നേഹിക്കുക അല്ലെ, അയാളെയാണ് നമ്മൾ ജാരൻ എന്ന് വിളിക്കുക. ഭർത്താവിനേക്കാളും കൂടുതൽ ഭർത്താവിനോടുള്ള സ്നേഹം പോരാഞ്ഞിട്ടാണല്ലോ ഒരു ജാരനെ സ്നേഹിക്കുന്നത്. അപ്പോ അങ്ങനെ അത്ര സ്നേഹാധിക്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് മനസ്സിൽ ഭഗവാനെ കണ്ടത്? ഒരു ജാരൻ എന്ന രീതിയിൽ കണ്ടിട്ടാണ് സ്നേഹിച്ചത്. അങ്ങനെയാണ് സ്മരിച്ചത് ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാനെ സ്മരിച്ചിട്ട് തന്റെ ഭൗതിക ശരീരം പോലും വിട്ട് അവര് മോക്ഷത്തെ പ്രാപിച്ചു. സാക്ഷാൽ പരമഹംസനൊക്കെ കിട്ടുന്ന മോക്ഷത്തെയാണ് അവര് വളരെ എളുപ്പത്തില് ഇതുപോലെ ചിന്തിച്ച് പ്രാപിച്ചെടുത്തത്. അങ്ങനെയെങ്കിൽ ഭട്ടതിരിപ്പാട് പറയാണ്, ഞാൻ ഏതെങ്കിലും തരത്തില് ഭഗവാന്റെ ആ പ്രകാശിക്കുന്ന പരമാത്മ സ്വരൂപത്തെ ധ്യാനിച്ചിട്ട് അമൃതത്തെ പ്രാപിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കുമാറാകട്ടെ എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. ഭട്ടതിരിപ്പാട് പറയുന്നതിലെ അത് കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതായത് സാധാരണ ഗോപസ്ത്രീകളാണ്, അവർക്ക് ഭഗവാനോട് അടക്കാനാവാത്ത പ്രേമം. ഭർത്താവ് ഉണ്ടായിട്ടും അത് പറയുന്നുണ്ടല്ലോ, കുട്ടികളെ ശ്രദ്ധിക്കുന്നവരായിരുന്നു, ചിലവര് വീട്ടു ജോലികൾ ചെയ്യുന്നവരായിരുന്നു, ചിലവര് ഭർത്താക്കന്മാരെ തന്നെ സേവിക്കുന്നതിൽ തൽപരരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഭർത്താക്കന്മാരൊക്കെ ഉള്ള സ്ത്രീകള് ഭഗവാനെ ഇത്രയും മോഹത്തോടു കൂടി കാണണമെങ്കിൽ അത് ജാരൻ എന്ന രീതിയിലാണ്. അപ്പൊ ജാരൻ ഒരു പരമാത്മാവ് എന്ന രീതിയിലല്ല ഭഗവാനെ അവര് സ്മരിച്ചത്, ഒരു ജാരൻ എന്ന രീതിയിലാണ് സ്മരിച്ചത്. എന്നിട്ട് പോലും പരമഹംസർക്കൊക്കെ കിട്ടുന്ന മോക്ഷം ആ സ്ത്രീകൾ പ്രാപിച്ചുവെങ്കിൽ ഭഗവാനെ അങ്ങേ പ്രകാശമാകുന്ന പരമാത്മ സ്വരൂപത്തെ ഏതെങ്കിലും തരത്തില് മനസ്സിൽ ധ്യാനിച്ചിട്ട് ഞാനും അങ്ങേ പ്രാപിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ അമൃതത്തെ പ്രാപിക്കുമാറാവട്ടെ, അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുമാറാവട്ടെ എന്ന് ഭട്ടതിരിപ്പാട് പറയാണ് 8ാമത്തെ ശ്ലോകത്തില്. നമ്മൾ പറഞ്ഞല്ലോ ഭഗവാനോടുള്ള ഭക്തി പലതരത്തിലുണ്ട്. വിദ്വേഷ ഭക്തി കൂടിയുണ്ട് അല്ലെ. വിദ്വേഷ ഭക്തിയായിരുന്നു ആർക്ക്? ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനും കംസനും ഒക്കെ ഉള്ളത് വിദ്വേഷ ഭക്തിയാണ്. അതായത് സദാസമയവും ഭഗവാനെ കുറിച്ച് തന്നെയാണ് ചിന്ത. ദേഷ്യത്തിലാണെങ്കിലും അങ്ങനെയുള്ളവർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഭഗവാനെ സ്മരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധ
വിർമുക്തസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലതി സ്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശ രോഗാൻ അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുക്തസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലതി സ്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശ രോഗാൻ. 65-ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 9-ാമത്തെ ശ്ലോകം. അതിൽ വിവരിക്കുന്നത് അങ്ങനെ ആ തരുണീമണികളൊക്കെ, ആ ഗോപസ്ത്രീകളൊക്കെ ഭഗവാന്റെ ഇരുവശത്തുമായി വന്നു നിന്ന് ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഭഗവാൻ ആവട്ടെ എന്താ ചെയ്യുന്നത്? നല്ല മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മന്ദഹാസം പൊഴിച്ചുകൊണ്ട് അവരെ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ആ നോട്ടത്തെ പറയാണ് ഭട്ടതിരിപ്പാട് കരുണാ കടാക്ഷം എന്ന്. കരുണ തുളുമ്പുന്ന നോട്ടാണ് ഭഗവാന്റെ. ഒപ്പം നല്ല മനോഹരമായി ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് ഭഗവാൻ. പിന്നെയോ ഭഗവാൻ നിൽക്കുന്നത് അനന്ത ശോഭയാണ്. അത്രയും ശോഭയോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. നല്ല അനന്ത ശോഭയില് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീകളെയൊക്കെ കരുണാ കടാക്ഷങ്ങൾ എറിഞ്ഞു നോക്കിക്കൊണ്ട് ഭഗവാൻ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എല്ലാവർക്കും ഹൃദയപ്രിയനാണ് അല്ലെ? ഭഗവാൻ എല്ലാവർക്കും ഹൃദയപ്രിയനാണ്. അങ്ങനെയുള്ള ഹൃദയപ്രിയനായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ എന്റെ എല്ലാ രോഗങ്ങളും തീർത്തു തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 9-ാമത്തെ ശ്ലോകവും 65-ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ 9-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഇരുവശത്തുമായി ഗോപവനിതകൾ ഭഗവാന്റെ അടുത്ത് നിന്നു. അവരെല്ലാവരും ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അനന്തമായിട്ടുള്ള ശോഭയോട് കൂടി ഭഗവാൻ കരുണാ കടാക്ഷങ്ങൾ എറിഞ്ഞുകൊണ്ട് മനോഹരമായി മന്ദഹസിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഏവർക്കും ഹൃദയപ്രിയനായിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങ് എന്റെ എല്ലാ രോഗങ്ങളും തീർത്തു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 65-ാമത്തെ ദശകം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 9 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്ധമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപ്പു താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത കാശ്ചിന്നിജാംഗപരിഭൂഷണമാദദാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാ ത്വാമാഗതാനനു തദൈവ വിഭൂഷിതാഭ്യസ്തായേവ സംരുരുചിരേ തവ ലോചനായ ഹാരം നിദംഭഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുക്തമുഖീ വിശേഷാത് കാചിത് കുചേ പുനരസജ്ജിത കഞ്ജുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ
त्वामाययौ निरुपमप्रणयाति भारराजाभिषेकविदये कलशीधरेव काश्चित् गृहात् किल निरेतुमपारयन्त्य स्वामेव देव हृदये सुदृढं विभाव्य देहं विधूय परचित् सुखरूपमेकं त्वामाविशन् परमिमाननुधन्य धन्या जारात्मना न परमात्मतया स्मरन्त्यो नार्यो गता परमहंसगतिं क्षणेन तं त्वां प्रकाश परमात्मतनुं कदञ्चिच्चित्ते वहन्नमृतमश्रममश्नुवीय अभ्यागदाभिरभितो व्रजसुन्दरीभिर्मुग्धस्मितार्द्रवदन करुणावलोकी निःसीमकान्तिजलधिस्त्वमवेक्ष्यमाणो विश्वैकहृद्य हर मे पवनेश रोगान् सर्वत्र गोविन्द नाम സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 65ാമത്തെ ദശകം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസ് തുടർന്നും കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീണ്ടും അടുത്ത ദശകവുമായി 66ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.